നമ്മൾ ഡി സി മെഷീൻസ് ലാബിൻ്റെ എക്സ്പെരിമെൻറ്റുകളാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് എക്സ്പെരിമെൻറ്റുകൾ പോലെ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ആദ്യം 3 ഇൻട്രൊഡക്ഷൻ എക്സ്പെരിമെൻറ്റുകളുണ്ട്. ഒന്നാമത്തെ എക്സ്പെരിമെൻറ്റാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇത് ഡിസ്മാൻഡിൽ ചെയ്തിട്ട് ഡി സി മെഷീൻസിൻ്റെ പാർട്സ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഇൻട്രൊഡക്ഷൻ എക്സ്പെരിമെൻറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് എന്ന് പറയുന്നത് സ്റ്റാർട്ടറുകളാണ്. മൂന്നാമത്തത് എന്ന് പറയുന്നത് ഡി സി മെഷീൻ്റെ ടെർമിനൽ ഐഡൻറ്റിഫിക്കേഷനാണ്. ഓക്കെ, അപ്പോൾ ഈ 3 എക്സ്പെരിമെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ബേസിക് ആയിട്ടുള്ള എക്സ്പെരിമെൻറ്റുകൾ പോസിസ് ആയാലും ലോട്ടസ് ആയാലും അങ്ങനത്തെ കാര്യങ്ങൾ മെഷീൻസിൻ്റെ ടെസ്റ്റുകൾ ചെയ്യുന്നതിന് മുന്നേ മെഷീൻസിനെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും അതിനു വേണ്ടിയുള്ള കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത് ഈ 3 എക്സ്പെരിമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ രണ്ടാമത്തെ എക്സ്പെരിമെൻ്റായിട്ട് പറയുന്നത് സ്റ്റാർട്ടറുകളാണ്. അപ്പോൾ സ്റ്റാർട്ടറുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഡി സി മെഷീൻ ലാബിൽ മോട്ടോറുകളും ഡി സി ജനറേറ്ററിൻ്റെയും എക്സ്പെരിമെൻ്റാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മോട്ടോർ എന്ന് പറയുന്ന സാധനം നമ്മൾക്ക് അറിയാം, ഒരു മെഷീന് അല്ലെങ്കിൽ ഒരു മൂവിങ് പാർട്ടിനെ നമ്മൾ റെസ്റ്റിൽ നിന്നും മൂവ് ചെയ്യിക്കാനാണ് ഏറ്റവും കൂടുതൽ ഫോഴ്സ് വേണ്ടി വരിക എന്ന് നമുക്കറിയാം. അപ്പോൾ അതുപോലെ തന്നെ ഒരു മോട്ടറിനെ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് റൺ ചെയ്യിക്കാനാണ് ഏറ്റവും കൂടുതൽ എന്ത് വേണ്ടി വരിക, ഫോഴ്സ് വേണ്ടി വരിക. അപ്പോൾ നമ്മൾ ഇലക്ട്രിക്കൽ എനർജി കൊടുക്കുന്നതായതുകൊണ്ട് കറണ്ട് കൂടുതൽ വേണ്ടി വരിക സ്റ്റാർട്ടിങ്ങിൻ്റെ സമയത്താണ്. അതായത് റെസ്റ്റിൽ നിൽക്കുന്ന ഒരു മോട്ടറിനെ സ്റ്റാർട്ട് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ കറണ്ട് വരിക. അപ്പോൾ സ്റ്റാർട്ടിങ് കറണ്ട് വളരെയധികം കൂടുതലായിരിക്കും. അപ്പോൾ സ്റ്റാർട്ടിങ് കറണ്ട് വളരെയധികം കൂടുതൽ പറഞ്ഞാൽ 20% ഓഫ് റണ്ണിങ് കറണ്ടിൻ്റെ ഫുൾ ലോഡ് കറണ്ടിൻ്റെ 20% ഒക്കെ ചിലപ്പോൾ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, ഹെവി ആവാൻ സാധ്യതയുണ്ട്. പക്ഷെ ഒരു കുറച്ച് സമയത്തേക്കേ ഉണ്ടാവുള്ളൂ, മില്ലി സെക്കൻഡുകൾ അല്ലെങ്കിൽ ആ സമയത്തേക്കേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അത് ഡേഞ്ചറാണ്. കാരണം അറിയാം, നമുക്കിപ്പോൾ ഫുൾ ലോഡ് കറണ്ട് എന്ന് പറഞ്ഞാൽ 10 ആമ്പിയർ ആണെങ്കിൽ ഒരു 12 ആമ്പിയർ ആകുമ്പോഴേക്കും നമ്മളെന്താവും, ബ്രേക്കറൊക്കെ ഓഫ് ആവും, അല്ലെങ്കിൽ വയറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ അപ്പോൾ 10 ആമ്പിയർ വരേണ്ടടുത്ത് 200 ആമ്പിയർ ഓളം ഒരു മില്ലി സെക്കൻഡ് സമയത്തേക്ക് പാസ് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ബ്രേക്കറൊന്നും ഓഫല്ലോ. പക്ഷേ എന്താ വെച്ചാൽ മോട്ടറിൻ്റെ ലൈഫ് എന്ന് പറയുന്നതൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യാനുള്ള സാധ്യത കുറയാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ടെർമിനൽസ് കാലക്രമേണ കരിഞ്ഞു പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ടർ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രൊട്ടക്ഷനും, അതായത് ഓവർ കറണ്ട് വരികയാണെങ്കിൽ എന്ത് ചെയ്യണം, മോട്ടറിലേക്ക് എത്താതെ തന്നെ സ്റ്റാർട്ടറിൽ വെച്ച് തന്നെ എന്ത് ചെയ്യുക, ഓവർ കറണ്ട് കട്ട് ചെയ്ത് പോവുക. അതുപോലെ തന്നെ ഓവർ വോൾട്ടേജ് ഇതാവുക. അതായത് ഇപ്പോൾ സപ്ലൈ പോയി കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത് വരുമ്പോൾ മോട്ടർ തനിയെ ഓണാവാതിരിക്കുക. കാരണം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വോൾട്ടേജിൻ്റെ ഫ്ലക്ച്വേഷനൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ മോട്ടറിന് കംപ്ലൈൻ്റ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാർട്ടറുകൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ സ്റ്റാർട്ടറുകൾ യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാം, നമ്മൾ AC സ്റ്റാർട്ടറുകളാണ് യൂസ് ചെയ്യുന്നത്, DOL സ്റ്റാർട്ടറുകൾ. അതുപോലെ തന്നെ നിങ്ങൾ മില്ലിലൊക്കെ പോകുമ്പോൾ DOL സ്റ്റാർട്ടറുകളൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ അതൊക്കെ ഡെൽറ്റ സ്റ്റാർട്ടറുകളൊക്കെ കണ്ടിട്ടുണ്ടാവും. അതൊക്കെ AC സ്റ്റാർട്ടറുകളാണ്. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് പഠിക്കുന്നത് DC സ്റ്റാർട്ടറുകളാണ്. അപ്പോൾ നമുക്ക് 3 തരം സ്റ്റാർട്ടറുകളാണുള്ളത്. ഒന്ന് 2 പോയിൻ്റ് സ്റ്റാർട്ടർ, 2 3 പോയിൻ്റ് സ്റ്റാർട്ടർ, 3 4 പോയിൻ്റ് സ്റ്റാർട്ടർ. അപ്പോൾ അതിൽ 2 പോയിൻ്റ് സ്റ്റാർട്ടർ എന്ന് പറയുന്നത് DC സീരീസ് മോട്ടറിനാണ്. കാരണം നമുക്ക് 2 ടെർമിനലേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ 3 പോയിൻ്റ് സ്റ്റാർട്ടറും 4 പോയിൻ്റ് സ്റ്റാർട്ടറും നമുക്ക് എന്ത് യൂസ് ചെയ്യാം, നമുക്ക് ഷണ്ട് മോട്ടറിൽ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ 4 പോയിൻ്റ് സ്റ്റാർട്ടർ നമുക്ക് എന്ത് ചെയ്യാം, സ്പീഡ് വേരിയേഷൻ വരുന്ന മോട്ടറുകളിലാണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതായത് കോമ്പൗണ്ട് മോട്ടറിലാണ് എന്ത് യൂസ് ചെയ്യുന്നത്, നമ്മൾ 4 പോയിൻ്റ് സ്റ്റാർട്ടർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ 3ൻ്റെയും കൺസ്ട്രക്ഷൻ ഏകദേശം ഒരുപോലെ തന്നെയാണ്. പക്ഷെ അതിൽ ചെറിയൊരു വേരിയേഷൻസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് 3ഉം ഒരുപോലെ തന്നെയാണ്. ഓക്കെ, പിന്നെ അതിൻ്റെ കണക്ഷനിൽ ചെറിയൊരു വ്യത്യാസം ഉള്ളതുകൊണ്ട് ടെർമിനൽസിൻ്റെ എണ്ണം കൂടും എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത് നമ്മൾ DC സപ്ലൈ ഇവിടുന്ന് വരികയാണ്. DC സപ്ലൈ ഇവിടുന്ന് വരുമ്പോൾ പ്ലസ് ടെർമിനൽ നേരെ ഈ സ്റ്റാർട്ടറിൻ്റെ L എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇത്രയും പോർഷനാണ് ഇത് മോട്ടറിൻ്റെ പോർഷനാണ്. ഇവിടെ മുതൽ ഈ ഏരിയയാണ്, ഈ LA എന്ന് പറഞ്ഞ ഏരിയേൻ്റെ മുകളിലേക്കുള്ളതാണ് എന്തെന്ന് പറയുന്നത് സ്റ്റാർട്ടർ എന്ന് പറയുന്നത്. ഇങ്ങോട്ട് മോട്ടറും സപ്ലൈ ടെർമിനൽസുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതിൻ്റെ താഴേക്ക് കാണിക്കുന്നത്. ഓക്കെ,
അപ്പോൾ നമുക്ക് നോക്കാം. എല്ല് വന്നിട്ട് നേരെ സ്റ്റാർട്ടറിൻ്റെ എൽ എന്ന് പറഞ്ഞ ടെർമിനലിൽ കയറി. അതായത് ഏത് നമ്മുടെ പ്ലസ് ടെർമിനലിൽ നിന്ന് എന്ത് ചെയ്തു, നേരെ വന്ന് എല്ലിൽ കയറി. എല്ല് കഴിഞ്ഞതിന് ശേഷം ഒരു മാഗ്നറ്റ് ഇവിടെ കണ്ടിട്ടുണ്ട്. ഓവർലോഡ് റിലീസിങ് മാഗ്നറ്റ് എന്ന് പറഞ്ഞൊരു മാഗ്നറ്റ് അവിടെ കണ്ടിട്ടുണ്ട്. അത് നേരെ ഇതിലേക്ക് കൊടുത്തിരിക്കുകയാണ്. എന്തിലേക്ക്? സ്പ്രിങ് വഴി എന്തിലേക്കാണ്? നമ്മൾ ഹാൻഡിലേക്ക് കൊടുത്തിരിക്കുക. ഇവിടെ ഒരു സോഫ്റ്റ് അയൺ പീസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇവിടെ ഒരു സോഫ്റ്റ് അയൺ പീസ് ഉണ്ട്. ആ സോഫ്റ്റ് അയൺ പീസ് ഈ ഹാൻഡിൽ എന്ന് പറയുന്നത് നമ്മൾ എന്താണ്, കൈ കൊണ്ട് പിടിച്ചിട്ട് തിരിക്കുകയാണ്. ഇടത്ത് നിന്ന് വലത്തോട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, പിടിച്ച് തിരിക്കുകയാണ്. പിടിച്ച് തിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വിചാരിച്ചാൽ, ഈ ഓഫ് എന്ന പൊസിഷനിൽ നമ്മൾ ഈ എല്ല് ഇവിടെ വന്ന് നിൽക്കുന്നേ ഉള്ളൂ. അതായത് ഈ ഹാൻഡിൽ വന്ന് നിൽക്കുന്നേ ഉള്ളൂ. ഒരിക്കലും ഈ എല്ല് മോട്ടറിലേക്ക് പോകണില്ല. മോട്ടർ എന്ന് പറയുന്നത് ഇവിടെയാണ്. അതായത് സീരീസ് ഫീൽഡും അതുപോലെ തന്നെ ആർമേച്ചറും പറയുന്നത് ഇവിടെയാണ്. ഒരിക്കലും മോട്ടറിലേക്ക് പോകുന്നില്ല സപ്ലൈ. എല്ല് ഇവിടെ വന്ന് നിൽക്കുകയാണ്. ഈ ഓഫിൽ വരെ വന്ന് നിൽക്കുകയാണ്. ഓഫ് എന്ന് പറയുന്ന പൊസിഷനിൽ വരെ വന്ന് സപ്ലൈ നിൽക്കുകയാണ്. ഈ സപ്ലൈ ഈ 1 എന്ന് പറഞ്ഞ ടെർമിനലിലേക്ക് മാറുമ്പോഴാണ് ഇത്രയും റെസിസ്റ്റൻസ് മുഖേന ഇവിടെ വന്ന് റൺ എന്ന് പറഞ്ഞ പൊസിഷനിൽ കയറി അതുപോലെ നോ വോൾട്ട് കോയിൽ എന്ന കോയിൽ വഴി കയറിയിട്ട് എഫിലേക്ക് പോണത്. അപ്പോൾ നോ വോൾട്ട് കോയിൽ വഴി കയറി എന്ത് ചെയ്യണം, എഫിലേക്ക് പോകുമ്പോൾ ഈ സീരീസ് ഫീൽഡ് എനർജൈസ് ആവും. ഓക്കെ. അപ്പോൾ ഈ ഒന്നാമത്തേക്ക് വരുമ്പോഴുള്ള ഗുണം എന്താ വിചാരിച്ചാൽ, ഇത്രയും റെസിസ്റ്റൻസ് കടന്നിട്ടാണ് വരുന്നത്. അതേപോലെ ഈ എന്താവും, ഈ NVC അല്ലെങ്കിൽ നോ വോൾട്ട് കോയിൽ എന്ന് പറഞ്ഞ മാഗ്നറ്റ് എനർജൈസ് ആവും. ആ മാഗ്നറ്റ് എനർജൈസ് ആകുമ്പോൾ ഈ സോഫ്റ്റ് അയൺ പീസിനെ അത് എന്ത് ചെയ്യും, ഒരു മാഗ്നറ്റ് അയൺ പീസിൻ്റെ അടുത്ത് കൊണ്ടുവച്ചാൽ അതിനെ അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ അത് അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ കൈ വിട്ട് കഴിഞ്ഞാലും പിന്നെ ഈ സാധനം ഇങ്ങോട്ട് പോകില്ല, ഓഫിലേക്ക് പോകില്ല. അത് ശരിക്കും സ്പ്രിങ് ആണ്. അപ്പോൾ പിടിച്ചിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൈ വിട്ട് കഴിഞ്ഞാൽ ഈ മാഗ്നറ്റ് എനർജൈസ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അങ്ങോട്ട് തന്നെ തിരിച്ചു പോകും. ഓക്കെ. അപ്പോൾ നമ്മളെന്താണ്, ഈ റൺ പൊസിഷനിൽ വരുമ്പോഴേക്ക് തന്നെ എന്താണ്, ഇത് ഫുള്ള് മാഗ്നറ്റ് ആയിട്ടുണ്ട്. അതെന്താണ്, സീരീസ് ഫീൽഡ് വൈൻഡിങ് വഴി ഇങ്ങോട്ട് പോവാണ്. അത് നേരെ ആർമേച്ചറിലേക്കും ഫീൽഡിലേക്കും പോയി ഫീൽഡ് എനർജൈസായി അവിടെ ഇതുണ്ടാവും. പിന്നെ EMF ഉണ്ടാവും, ഫീൽഡ് ഉണ്ടാവും. ആർമേച്ചർ എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ. ഇനി ഈ NVC കോയിൽ എനർജൈസ് ആകുമ്പോൾ തന്നെ ഈ മാഗ്നറ്റൈസിങ് കോയിൽ ഇവിടെ ഓവർലോഡ് കോയിലും എനർജൈസ് ആവൂലേ എന്നൊരു ഡൗട്ട് നമുക്ക് ഉണ്ടാവാം. പക്ഷേ എന്ത് ചെയ്യില്ല, എനർജൈസിങ് കോയിൽ അതായത് ഓവർലോഡ് കോയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോട്ടൽ അതായത് ഫുൾ ലോഡ് കറണ്ടിനേക്കാളും കൂടുതലായിട്ട്, അതായത് ഓവർ കറണ്ട് വന്നെങ്കിൽ മാത്രമേ എന്താവുള്ളൂ, അതിനനുസരിച്ചുള്ള മെറ്റീരിയൽ കൊണ്ടായിരിക്കും എന്ത് വൈൻഡ് ചെയ്തിട്ടുണ്ടാവുക, ഓവർലോഡ് റിലീസിങ് കോയിൽ വൈൻഡ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ സാധാരണ ഇപ്പോൾ ഒരു 10 ആംപിയറാണ് ഫുൾ ലോഡ് കറണ്ട് ചോദിച്ചാൽ ആ 10 ആംപിയർ പോകും വരെ NVC മാത്രമേ എനർജൈസ് ആവുള്ളൂ. ഓവർലോഡ് കോയിൽ എന്താവില്ല, എനർജൈസ് ആവില്ല. 11-12 ആംപിയറൊക്കെ ആയാലേ ഓവർലോഡ് റിലീസിങ് കോയിൽ എന്താവുള്ളൂ, എനർജൈസ് ആവുള്ളൂ. അപ്പോൾ അതിന് ഈ ലിവറിന് അത് എന്ത് ചെയ്യും, മുകളിലേക്ക് അട്രാക്റ്റ് ചെയ്യും. ഇത് അയൺ പീസ് തന്നെ ലിവറാണ്. അപ്പോൾ അത് അട്രാക്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഉള്ള 2 കോണ്ടാക്റ്റുകൾ എന്താവും, ക്ലോസ് ആവും. ക്ലോസ് ആയാൽ ഇതെന്താവും, ഇവിടെ ഈ NVC കോയിൽ എന്താവുക ചെയ്യുക, ഷോർട്ടാവുക ചെയ്യുക അല്ലേ. 2 എൻഡിലാണ് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി ഷോർട്ടാകുമ്പോൾ ഈ NVC കോയിലിൻ്റെ 2 എൻഡ് കൂടി ഷോർട്ടാവും. 2 എൻഡ് കൂടി ഷോർട്ടായാൽ എന്താ സംഭവിക്കുക, ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് പോയാലല്ലേ മാഗ്നറ്റ് ആവുള്ളൂ. 2 സൈഡും കൂടി ഷോർട്ടാകുമ്പോൾ ഇതിൻ്റെ മാഗ്നറ്റിസം നഷ്ടമാവും. ഇങ്ങോട്ട് ബാക്കിലേക്ക് ഓഫിലേക്ക് പോവും. എനർജൈസിങ് പ്രോപ്പർട്ടി നഷ്ടപ്പെട്ടാണ്ട് ഈ അയൺ പീസിനെ വിട്ട് കഴിഞ്ഞാൽ അത് ഓഫിലേക്ക് പോകും. അപ്പോൾ എന്താ സംഭവിക്കുക, ഓവർലോഡ് വന്നു കഴിഞ്ഞാൽ എന്താവും, സ്റ്റാർട്ടർ ഓഫ് ആവും. പിന്നെ നമ്മൾ സ്വിച്ച് ഓൺ ആണെങ്കിലും എന്താവില്ല, മോട്ടർ ഓൺ ആവില്ല. മോട്ടർ ഓൺ ആവണമെങ്കിൽ പിന്നെയും സ്റ്റാർട്ടർ ആദ്യം എന്ത് ചെയ്യണം, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് കൈകൊണ്ട് വലിച്ചിട്ട് സ്റ്റാർട്ടാക്കണം. അതാണ് ഓവർലോഡ് വന്നത്. അതിപ്പോൾ ഞാൻ നോ വോൾട്ടേജ് വന്നില്ലെങ്കിലും കറണ്ട് പോയാലുള്ള അവസ്ഥ തന്നെയാണ്. കറണ്ട് പോയാൽ NVC കോയിൽ എന്താവും, ഓഫാവും. ഓഫായി കഴിഞ്ഞാൽ അതിൻ്റെ എനർജൈസിങ് പ്രോപ്പർട്ടി നഷ്ടമായാൽ ലിവർ ഓഫിലേക്ക് പോവും. പിന്നെ കറണ്ട് വന്നു കഴിഞ്ഞിട്ടും കാര്യമില്ല. കാരണം എന്താ, കറണ്ട് വന്നു കഴിഞ്ഞാലും നമ്മൾ ലിവർ പിടിച്ച് തിരിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്താവില്ല, ഓൺ ആവില്ല. അപ്പോൾ അതുപോലെ മോട്ടറിനെ നമുക്ക് എന്ത് ചെയ്യാവും പറ്റും, പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ഫീൽഡ് വൈൻഡിങ്ങും ആർമേച്ചർ വൈൻഡിങ്ങും സീരീസ് ആയതുകൊണ്ടാണ് എന്ത് ചെയ്യണത്, 2 ടെർമിനൽ മാത്രം മതി. ഒരു സപ്ലൈ ടെർമിനലും മതി. പിന്നെ ഫീൽഡ് വൈൻഡിങ്ങിൻ്റെ ടെർമിനൽസ് ഉണ്ടല്ലോ, ഫീൽഡ് വൈൻഡിങ്ങിൻ്റെ ടെർമിനൽസ് എന്ന് പറഞ്ഞാൽ F1 ഉണ്ടാവും, F2 ഉണ്ടാവും. അപ്പോൾ ഈ വൈൻഡിങ് നേരെ കൊടുക്കുന്നത് എങ്ങനെയാണ്, ആർമേച്ചറിലേക്കാണ്. അപ്പോൾ F2 A1ലേക്കും A2ലേക്കും കൊടുത്തിട്ട് ആ A2 മതി നമ്മൾ എന്തിലേക്ക് കൊടുക്കുക,
മൈനസ് സപ്ലൈക്ക് കൊടുക്കുക. അപ്പോൾ ആകെ 2 കണക്ഷൻ മതി. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സീരീസ് മോട്ടറിന് 2 പോയിൻ്റ് സ്റ്റാർട്ടർ യൂസ് ചെയ്യുന്നത്. ഇനി അതുപോലെയുള്ള ഒരു സ്റ്റാർട്ടറാണ് എന്ത് 3 പോയിൻ്റ് സ്റ്റാർട്ടർ എന്ന് പറയുന്നത്. ഇതിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും 3 ടെർമിനലുണ്ട്, എൽ ഉണ്ട്, എഫ് ഉണ്ട്, എ ഉണ്ട്. അപ്പോൾ അതായത് ഫീൽഡ് ടെർമിനലിലേക്ക് രണ്ടും പാരലൽ ആയതുകൊണ്ട് ഫീൽഡിലേക്ക് ഡിഫറൻറ്റ് സപ്ലൈയും ആർമേച്ചറിലേക്ക് വേറെ സപ്ലൈ ആണ് കൊടുക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ കണക്ഷനും ഇതൊക്കെ നിങ്ങൾ വലിയൊരു വ്യത്യാസമൊന്നുമില്ല, ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. അതായത് ഈ NVC കോയിലിൽ കൊടുക്കുന്ന കണക്ഷൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ബാക്കി വർക്കിംഗ് ഒക്കെ പഴയ പോലെ തന്നെ, അതായത് 2 പോയിൻ്റ് എങ്ങനെയാണോ പറഞ്ഞത് അതുപോലെ തന്നെയാണ്. കണ്ടോ, നിങ്ങൾക്ക് മനസ്സിലാവും. സപ്ലൈ നിങ്ങൾക്കത് കണ്ടാൽ തന്നെ മനസ്സിലാവും, വളരെ സിമ്പിളായിട്ട്. കണ്ടോ, സപ്ലൈ ഇവിടുന്ന് വരുന്നു, എല്ലിൽ കയറുന്നു, അവിടെ എല്ലായിരുന്നു, എല്ലിൽ കയറി ഓവർലോഡ് കോയിൽ വഴി കയറി സ്പ്രിങ് വഴി ഇവിടെ ഓഫിലെത്തി. 1 2 3 4 വഴി ഇവിടെ ഓഫാണ്, ഇവിടെ ഓണാണ്, അതായത് റണ്ണിലെത്തി. ഇവിടുന്ന് കണക്ഷൻ പോകുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആർമേച്ചറിലേക്ക് നേരെ ഇത്രയും റെസിസ്റ്റൻസ് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, പോകുന്നത് അല്ലേ? റെസിസ്റ്റൻസ് കഴിഞ്ഞിട്ടുള്ള കണക്ഷനാണ് ആർമേച്ചറിലേക്ക് പോകുന്നത്. പക്ഷേ ഫീൽഡിലേക്ക് ഡയറക്റ്റ് ഇവിടെ ഒരു ബ്രാസ് ആർക്ക് ഉണ്ട്. അതായത് ഈ ഒന്നിൽ കയറുമ്പോൾ തന്നെ ഇവിടെ ഒരു ചെറിയ അയൺ പീസ് ഉണ്ട്, അത് ഇവിടെ കോപ്പർ കണ്ടക്ടറാണ്, ബ്രാസ് എന്ന് പറയും, ആ കണ്ടക്ടറാണ്. ആ കണ്ടക്ടറിനെ ടച്ച് ചെയ്യുമ്പോൾ തന്നെ നേരിട്ട് എന്തിലേക്ക് പോവാണ്, ഈ ബ്രാസ് ആർക്ക് വഴി NVC കോയിൽ വഴി എന്താണ്, ഷണ്ട് ഫീൽഡിലേക്ക് പോവുക. അപ്പോൾ ഷണ്ട് ഫീൽഡിലേക്ക് ഡയറക്റ്റ് ആയിട്ടും ആർമേച്ചറിലേക്ക് എന്താണ്, റെസിസ്റ്റൻസ് വഴി, അതായത് സ്റ്റാർട്ടിങ് റെസിസ്റ്റൻസ് 6 എന്ന് പറയുന്നത് വഴിയും ആണ് എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്. അതിൻ്റെ കാരണം എന്താണ് എന്ന് ഞാൻ എന്ത് ചെയ്യാം, പറയാം. ഓക്കെ, ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ നെക്സ്റ്റ് കണ്ടാലും മനസ്സിലാവും. ഓവർലോഡ് വന്നു കഴിഞ്ഞാൽ ഈ അയൺ പീസിനെ എന്ത് ചെയ്യും, മോളിക്ക് വലിക്കും, ഇവിടെ രണ്ടും ഷോർട്ടാവും, ഈ NVC കോയിൽ ഷോർട്ടാവും, അത് ബാക്കിലേക്ക് പോകും. ഓക്കെ, ജസ്റ്റ് ഒരു വ്യത്യാസമില്ല. മറ്റേത് നേരിട്ട് റിയോസ്റ്റാറ്റ് റെസിസ്റ്റൻസ് വഴി NVC കോയിൽ വഴി ആർമേച്ചറിലേക്കും ഫീൽഡിലേക്കും പോവുകയാണെങ്കിൽ ഇത് റെസിസ്റ്റൻസ് വഴി ആർമേച്ചറിലേക്കും ബ്രാസ് ആർക്ക് വഴി NVC കോയിൽ വഴി ഷണ്ട് ഫീൽഡിലേക്കുമാണ് പോയിരുന്നത്. ഓക്കെ, അതാണ് എന്തെന്ന് പറയുന്നത് 3 പോയിൻ്റ് സ്റ്റാർട്ടർ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് 4 പോയിൻ്റ് സ്റ്റാർട്ടറാണ്. 4 പോയിൻ്റ് സ്റ്റാർട്ടർ ആകുമ്പോൾ എല്ലുണ്ട്, എല്ല് സെയിം അതുപോലെ തന്നെ ലൈനിലേക്ക് വരുന്നു. നമുക്കത് കണ്ടാൽ മനസ്സിലാവും. എന്താണ്, നേരിട്ട് ലൈനിലേക്ക് വരുന്നു, എല്ലിലേക്ക് വരുന്നു, NVC കോയിൽ ഓവർലോഡ് കോയിൽ വഴി കയറുന്നു, ഓഫിലേക്ക് വരുന്നു, ഇവിടെ റണ്ണിലെത്തുന്നു, റണ്ണിൽ നിന്ന് നേരിട്ട് ആർമേച്ചറിലേക്ക് പോകുന്നു അല്ലേ? ബ്രാസ് ആർക്കിൽ നിന്ന് 2 ഇത് വരുന്നുണ്ട്. ഒന്ന് നേരിട്ട് ഷണ്ട് ഫീൽഡിലേക്ക്, ഇത് നമ്മൾ പറഞ്ഞു ഷണ്ട് മോട്ടറിനും അതുപോലെ തന്നെ കോമ്പൗണ്ട് മോട്ടറിനും യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. അതായത് നേരെ ഷണ്ട് ഫീൽഡിലേക്കും പോകുന്നുണ്ട്. പിന്നെ അവിടുന്ന് തന്നെ സെപ്പറേറ്റ് ഒരു കണക്ഷൻ എന്ത് വഴി, നമുക്ക് NVC കോയിൽ വഴി നേരിട്ട് എന്തിലേക്ക് പോവുകയാണ്, ന്യൂട്രലിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ മൈനസിലേക്ക് പോവുകയാണ്. ആ മൈനസാണ് പിന്നെ നേരിട്ട് A2 F2 കൂടി ഷോർട്ട് ചെയ്തിട്ട് ആ മൈനസ് ടെർമിനൽ NVC ടെർമിനലും കൂടി ഷോർട്ട് ചെയ്തിട്ടാണ് എന്തിലേക്ക് പോകുന്നത്, മൈനസിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതിന് 4 ടെർമിനലുണ്ട്. L ഉണ്ട്, A ഉണ്ട്, നേരത്തെ പോലെ F ഉണ്ട്, കൂടാതെ N കൂടി ഉണ്ട്. ഇത് നേരത്തെ എന്ന് പറഞ്ഞാൽ നേരെ രണ്ടും കൂടിയും NVC കോയിലും ബ്രാസ് ആർക്കും ഒരുമിച്ചായിരുന്നു കോയിലേക്ക് വന്നിരുന്നത്. ഇത് ന്യൂട്രലും കൂടി ഉണ്ട് എന്നുള്ളൊരു വ്യത്യാസമേ ഉള്ളൂ. ഓക്കെ, ഇനി എന്തിനാണ് ഈ റെസിസ്റ്റൻസ് വഴി ആർമേച്ചറിലേക്കും ഫീൽഡിലേക്ക് ഡയറക്റ്റും സപ്ലൈ കൊടുക്കുന്നത് ഈ 2 എണ്ണത്തിൽ എന്ന് നമുക്ക് നോക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ സ്റ്റാർട്ടിങ് കറണ്ട് ഇതെന്ന് പറയുന്നത് വോൾട്ടേജ് എന്ന് പറയുന്നത് V നിങ്ങൾക്കറിയാം ഓംസ് ലോ I=V/R ആണ്. അപ്പോൾ V - EB/R ആണ് നമ്മുടെ I എന്ന് പറയുന്നത്, കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ISH എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിങ് കറണ്ട് എന്ന് പറയുമ്പോൾ വോൾട്ടേജ്, ഫുൾ വോൾട്ടേജ് നമ്മൾ കൊടുക്കുന്നുണ്ട്. EB എന്ന് പറയുന്നത് 0 ആണ്. R എന്ന് പറയുന്നത് ആർമേച്ചറിൻ്റെ റെസിസ്റ്റൻസ് ആണ്, അത് 1, മാക്സിമം പോയ 1 ഉണ്ടാവുള്ളൂ. അപ്പോൾ 250 അല്ലെങ്കിൽ 230 ഡിവൈഡർ ബൈ 1 എന്ന് പറഞ്ഞാൽ 230 ആണ്. അപ്പോൾ സ്റ്റാർട്ടിങ് കറണ്ട് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. ആ സ്റ്റാർട്ടിങ് കറണ്ട് കുറയ്ക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് എന്ന് പറഞ്ഞത്, സ്റ്റാർട്ടർ യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് വോൾട്ടേജ് കുറയ്ക്കാൻ പറ്റില്ല. വോൾട്ടേജ് കുറഞ്ഞ മോട്ടർ ഹീറ്റ് ആവാനുള്ള സാധ്യത ഉണ്ട്. EB എന്ന് പറയുന്നത് 0 ആണ്, ഉണ്ടാവേണ്ട ജനറേറ്റഡ് EMF പോലെ ഉണ്ടാവേണ്ടതാണ്, ബാക്ക് EMF മോട്ടറിൽ ഉണ്ടാവേണ്ടതാണ്, അത് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാവില്ല. അപ്പോൾ അത് 0 ആണ്. R എന്ന് പറഞ്ഞത് ആർമേച്ചറിൻ്റെ വൈൻഡിങ് ആണ്, അതിൻ്റെ റെസിസ്റ്റൻസ് നമുക്ക് കൂട്ടാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ആർമേച്ചർ റെസിസ്റ്റൻസിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ റെസിസ്റ്റൻസ് R എന്ന് പറഞ്ഞിട്ട് കൂട്ടിയാൽ കറണ്ടിൻ്റെ വാല്യൂ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അത് സ്റ്റാർട്ടിങ്ങിൽ മാത്രം മതി.
അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെയാണ് നമ്മൾ ഈ R1 R2 R3നെയാണ് നമ്മൾ 6 എന്ന് എടുക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൻ്റെ സമയത്ത് ഫുള്ളി ഈ റെസിസ്റ്റൻസ് R1 + R2 + R3 + R4 + R5 അത്രയും റെസിസ്റ്റൻസ് ഉണ്ടാവും. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് മോട്ടർ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നതിനനുസരിച്ച് ബാക്ക് EMF ഇങ്ങനെ കൂടി വരും. അതിനനുസരിച്ച് നമ്മൾ ആദ്യം R1 കട്ട് ചെയ്യും, പിന്നെ R2 കട്ട് ചെയ്യും, പിന്നെ R3 കട്ട് ചെയ്യും, R4 കട്ട് ചെയ്യും. അങ്ങനെ കട്ട് ചെയ്ത് റണ്ണിങ്, അതായത് ഒരു 80% സ്പീഡ് ആകുമ്പോഴേക്കന്നെ നമ്മൾ എന്ത് ചെയ്യും, ഫുള്ള് കട്ട് ചെയ്യും. അപ്പോഴേക്കന്നെ ബാക്ക് EMF ഏകദേശം സപ്ലൈ വോൾട്ടേജിന് ഈക്വൽ ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഏകദേശം വളരെ ചെറിയ കറണ്ട് മാത്രമാണ്. പിന്നെ നമ്മൾ ലോഡ് കൊടുക്കുന്നതിനനുസരിച്ച് എന്താണ് കറണ്ട് കൺസംഷൻ കൂടുക ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിനാണ് എന്ത് ചെയ്യുന്നത്, റെസിസ്റ്റൻസ് കൊടുക്കുന്നത്. പിന്നെ ഫീൽഡ് എക്സൈറ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ ഫീൽഡിലേക്ക് ഫുൾ സപ്ലൈ കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഫീൽഡ് സ്പീഡിന് പ്രൊപ്പോർഷണലാണ്. അതായത് നമ്മൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ഫ്ലക്സ് കുറയുന്നതിനനുസരിച്ച് സ്പീഡ് കൂടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ആദ്യം തന്നെ ഫുൾ സപ്ലൈ കൊടുക്കാതെ ചെറിയ വോൾട്ടേജ് റെസിസ്റ്റൻസ് മുഖേന ചെറിയ കറണ്ടാണ് കൊടുക്കുന്നത് വിചാരിച്ചാൽ ഫ്ലക്സ് കുറവായിരിക്കും, സ്പീഡ് വളരെ കൂടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡയറക്റ്റ് സപ്ലൈ ഫീൽഡിലേക്ക് ഡയറക്റ്റ് സപ്ലൈ ആദ്യം തന്നെ കൊടുക്കും. അപ്പോൾ ഫുൾ കറണ്ട് അതിലൂടെ പാസ് ചെയ്യും, ഫുൾ ഫ്ലക്സ് ഉണ്ടാവും. അപ്പോൾ നോർമൽ സ്പീഡിലെ മൂപ്പരെന്ത് ചെയ്യുള്ളൂ, കറങ്ങുള്ളൂ. അത് DC മെഷീൻ ആകുമ്പോൾ നമുക്ക് എന്തുണ്ട്, ചെറിയൊരു പ്രശ്നമുണ്ട്. കാരണം ഫീൽഡിലേക്ക് കൊടുക്കുമ്പോൾ കേട്ടോ, ഇത് ഫീൽഡിലേക്ക് കൊടുക്കുമ്പോൾ ഫീൽഡിലേക്കും ഇതിലേക്കും റെസിസ്റ്റൻസ് വഴി തന്നെ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ എന്താ പ്രശ്നം, ഫീൽഡ് കറണ്ട് വളരെ കുറവായിരിക്കും, ഫ്ലക്സ് വളരെ കുറവായിരിക്കും. അപ്പോൾ ഭയങ്കര സ്പീഡിലാണ് ആദ്യം തന്നെ കറങ്ങുക. അപ്പോൾ അതുകൊണ്ട് DC സീരീസ് മോട്ടർ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ലോഡിൽ. പിന്നെ നമുക്ക് കറണ്ട് കൂട്ടാനുള്ളൊരു വഴി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സ്പീഡ് കുറയ്ക്കാനുള്ള വഴി എന്ന് പറഞ്ഞാൽ എന്താണ്, ലോഡ് കൊടുക്കുക എന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ DC സീരീസ് മോട്ടർ നമ്മൾ എന്ത് ചെയ്യുന്നത്, ലോഡ് കൊടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ DC സീരീസ് മോട്ടർ തന്നെയാണ് നമ്മൾ യൂണിവേഴ്സൽ മോട്ടറായിട്ട് യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ AC-യിൽ യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ മിക്സിയിലൊക്കെ യൂസ് ചെയ്യുന്നത് DC സീരീസ് മോട്ടറാണ്. അപ്പോൾ അതുകൊണ്ടാണ് മിക്സി നമ്മൾ എന്ത് കൊടുക്കരുത്, ജാറ് വെക്കാതെ സ്റ്റാർട്ട് ചെയ്യരുതെന്ന് പറയാനുള്ള കാരണം ഡേഞ്ചറസ്ലി ഹൈ സ്പീഡിൽ ആയിരിക്കും എന്ത് ചെയ്യുക, കറങ്ങുക. ആദ്യം ജാറ് വെച്ചാൽ അതൊരു ലോഡായി, ഒരു ചെറിയ ലോഡായി. ആ ലോഡ് കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാറുള്ളൂ, മിക്സി ഓപ്പൺ ചെയ്യാൻ അല്ലെങ്കിൽ ഓണാക്കാൻ പാടുള്ളൂ എന്ന് പറയാനുള്ള കാരണം അതാണ്. കാരണം അല്ലെങ്കിൽ എന്താണ്, ഫ്ലക്സ് വളരെ കുറവായിരിക്കും, സ്പീഡ് ഡേഞ്ചറസ്ലി ഹൈ ആയിരിക്കും. ഓക്കെ, ഇത്രയാണ് സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഡിസ്മാൻഡിൽ ചെയ്തിട്ടുള്ള രൂപങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ലാബിൽ നിന്ന് ചെയ്യാം. ഓക്കെ.